വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇതാ പഴയ പോലെ സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു ടൈം ടേബിളും പ്ലാനിങ്ങും ഡിസിപ്ലിനൊക്കെ എല്ലാവർക്കും വന്നിട്ടുണ്ടാവില്ലേ? ഡെയിലി ഇത്ര മണിക്ക് എണീക്കുന്നു, ഫുഡ് കറക്റ്റ് ടൈമിൽ കഴിക്കുന്നു, തിരിച്ചു വരുന്നു, അതിനുശേഷം കളിക്കാൻ പോകുന്നു, തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് കയറുന്നു. ഒരു കറക്റ്റ് ഒരു റുട്ടീനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിരിച്ച് സ്കൂളിലേക്ക് എത്തി അതിൻ്റെ സന്തോഷത്തിലായിരിക്കും. പഴയ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടാവും, ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഇതുവരെയുള്ള ഈ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു എൻ്റെ കുട്ടികൾക്ക്? ടീച്ചേഴ്സൊക്കെ ക്ലാസ് ഒക്കെ എടുത്ത് തുടങ്ങിയോ? എല്ലാവരും വന്നിട്ടൊക്കെ എന്താണ് ഇപ്പോൾ ക്ലാസ്സിൽ എന്താ ഇപ്പോൾ കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം താഴെ പോയിട്ടൊന്ന് വേഗം കമന്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടൈം നമുക്കിനി ഏറ്റവും കൂടുതൽ പ്രഷ്യസ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഇനി നമുക്ക് ഇല്ല എന്ന് തോന്നുന്ന കാര്യം എന്താണെന്നറിയോ? സമയം, ടൈം. ഒന്നിനും ടൈമില്ല അല്ലേ? ഉറങ്ങാൻ കറക്റ്റ് ടൈമില്ല, പഠിക്കാൻ ടൈം കിട്ടുന്നില്ല, ഫുഡ് കഴിക്കാൻ ടൈം കിട്ടുന്നില്ല. ഇനി ടൈം ഇല്ലാത്ത പരാതിയായിരിക്കും എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ ഇനി പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ, ഒരു ടൈം നമുക്ക് എന്തായാലും ഇനി വേണം. ആ ടൈം അനുസരിച്ച് വേണം ഇനി നമ്മൾ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ. അല്ലാതെ സ്കൂൾ ബസ് 8:30ക്കാണ് വരുന്നതെങ്കിൽ 8 മണിക്ക് എണീറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന പരിപാടി നടക്കില്ല അല്ലേ? അപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് സ്കൂളിലേക്ക് പോകേണ്ടത്, എപ്പോഴാണോ നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകേണ്ടത്, ആ ഒരു ടൈം നോക്കാം. അതിനനുസരിച്ച് ബാക്കിലേക്ക് ഇങ്ങനെ റിവേഴ്സ് ആയിട്ട് വരിക അല്ലെ? ഇപ്പം നിങ്ങൾക്കൊരു 8:15 നിങ്ങൾക്ക് സ്കൂളിലേക്ക് പോകണം, അല്ലെങ്കിൽ 8:30 നിങ്ങൾക്ക് സ്കൂളിലേക്ക് പോകേണ്ടതെന്ന് വിചാരിക്കാം അല്ലെ? ഇപ്പം ചില കുട്ടികൾക്കൊക്കെ എന്തായിരിക്കും, ഇപ്പം 8:30 സ്കൂളിലേക്ക് പോകേണ്ടി വരാം. അപ്പൊ 8:30 നിങ്ങൾക്ക് സ്കൂളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 8 മണിക്കൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വരും അല്ലെ? ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യേണ്ടി വരും? കഴിക്കേണ്ടതായിട്ട് വരും. അപ്പൊ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 7:30 റെഡി ആവാൻ തുടങ്ങണം അല്ലെ? 7:30 നമ്മൾ റെഡി ആവാൻ തുടങ്ങി, സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആവാനായിട്ട് തുടങ്ങി. 7:30 കുളിച്ച് റെഡി ആയാലാണ് 8 മണിക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പം 7:30 എന്ത് ചെയ്യണം? നമ്മൾ റെഡി ആവണം, കുളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 7 മണി 7:15 ആ ഒരു സമയത്തെങ്കിലും മിനിമം നമ്മൾ എന്ത് ചെയ്യണം? കിടക്കേന്ന് അങ്ങോട്ട് എണീക്കണം അല്ലെ? കിടക്കേന്ന് നമ്മൾ എണീറ്റാലാണ് ഈ പരിപാടികളൊക്കെ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് എപ്പോഴാണോ സ്കൂളിൽ പോകേണ്ടത് അതിനനുസരിച്ച് നിങ്ങളുടെ പ്ലാനിങ് കറക്റ്റായിട്ട് നിങ്ങൾ ടൈം എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വയ്ക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇനി എന്താണ് സ്കൂളിലേക്കൊക്കെ പോയി എഴുതണമല്ലേ? എഴുതാൻ ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്. മിസ്സിനൊക്കെ അങ്ങനെയാണോ? വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എഴുതാനൊന്നും അങ്ങോട്ട് കൈ അങ്ങോട്ട് വഴങ്ങാത്ത പോലെ അല്ലെ? കറക്റ്റായിട്ടൊന്നും എഴുത്തങ്ങോട്ട് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറേ എഴുതി പഠിക്കുക. പിന്നെ ഇനിയിപ്പോൾ ഡെയിലൊക്കെ പഠിച്ചു തുടങ്ങുക കേട്ടോ. ഇനിയിപ്പോൾ മടിയൊന്നും വിചാരിക്കേണ്ട, ഇന്നിപ്പോൾ പഠിക്കാനൊന്നുമില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. എന്ത് ചെയ്യുക? ഡെയിലി കുറച്ച് സമയം എന്ത് ചെയ്യുക? പഠിക്കുക. ഒരു മണിക്കൂറെങ്കിലും ദിവസം എല്ലാ സബ്ജക്റ്റൊക്കെ ഒന്ന് പൊടി തട്ടിയൊക്കെ ഒന്ന് എടുക്കുക. അപ്പോൾ ഡെയിലി നിങ്ങൾ വായിക്കാം. വെറുതെ ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയും മലയാളമൊക്കെ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുന്നതിന് ഒരു പ്രശ്നമില്ലല്ലോ. അതിപ്പോൾ ടീച്ചർ എടുക്കാതിരിക്കുക, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണം. നിങ്ങൾ ജസ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്യുക? നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വായിച്ച് മനസ്സിലാക്കി വെക്കുക എന്താണ് ആ ചാപ്റ്ററിൽ ഉള്ളത്. അപ്പോൾ ടീച്ചർ എടുക്കുമ്പോഴായാലും നിങ്ങൾക്ക് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് സമയം വായിക്കാനായിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വായിക്കുന്ന ആ ഒരു ഇതും പ്രൊനൗൺസിയേഷനും കാര്യങ്ങളൊക്കെ ശരിയാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡെയിലി വായിക്കുക. പിന്നെ സ്റ്റഡി ടേബിളും സ്റ്റഡി സ്പേസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇപ്പോഴേ വെച്ചേക്കുക. കാരണം ഇനി നമുക്ക് ആ ടേബിൾ അങ്ങോട്ട് കാണുമ്പോൾ തന്നെ അവിടെ പോയിരുന്ന 2 മിനിറ്റ് വായിക്കാനായിട്ട് തോന്നണം. ആ രീതിയിൽ എന്ത് ചെയ്യുക? കുട്ടികളെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെക്കുക, ബുക്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. ആൻഡ് നമ്മുടെ ഹെൽത്ത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സ്കൂളിലേക്ക് പോവാണ്, നമ്മുടെ ബ്രെയിൻ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ കുറേ നടക്കുന്നുണ്ട്, അങ്ങനെ കുറേ പരിപാടികൾ ഇനിയുണ്ട്. സ്കൂളിലായാലും PT കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പം നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ബോഡീനെ നമ്മൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം. നല്ലതുപോലെ എന്ത് ചെയ്യണം? വെള്ളം കുടിക്കണം. നല്ലതായിട്ട് എന്ത് ചെയ്യണം? എൻ്റെ മക്കൾ എല്ലാവരും വെള്ളമൊക്കെ കുടിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക അല്ലെ? ഒരു പോസിറ്റീവ് മൈൻഡ് എൻ്റെ കുട്ടികൾ ഉണ്ടാക്കുക കേട്ടോ. സ്റ്റേ പോസിറ്റീവ് അല്ലെ? എന്തിനോടും ഏതിനോടും ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. സ്കൂളിൽ പോകുന്ന മടിയായിട്ടൊന്നും വിചാരിച്ചിങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ടൊന്നും പോവാതിരിക്കരുത്. എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കുക. നമുക്ക് വേണ്ടിയില്ലേ നമ്മൾ പോകുന്നത്, നമുക്ക് വേണ്ടിയില്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കുക, എന്ത് വേദനയും പോസിറ്റീവായിട്ട് നേരിടുക. അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഒരു ദിവസം ഹാപ്പി ആയിക്കോളും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എങ്കിലും വെച്ച് വീണ്ടും ഒന്ന് ഓർമ്മിച്ചു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള 2 ദിവസത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ടീച്ചേഴ്സൊക്കെ ക്ലാസ് എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇനി എൻ്റെ കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വീഡിയോസ് ആണ്. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ടൈം ടേബിൾ മിസ് പറഞ്ഞു തരുന്നുണ്ട്. ഇനി അതല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് താഴെ ഒന്ന് വേഗം കമൻറ്റ് ചെയ്യാം കേട്ടോ.